അഡ്വക്കേറ്റ് അസഫ് അലി, സർക്കാരിന്റെ ഈ നീക്കത്തെ എങ്ങനെ വേണം കാണാൻ? ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണോ? സർക്കാർ അയച്ച പട്ടികയിലുള്ള ആളുകളെ തന്നെയാണ് ചുരുക്കപ്പട്ടികയായി സർക്കാരിലേക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയാക്കണം എന്ന UPSCയുടെ ചുരുക്കപ്പട്ടികയിലുള്ളത് സർക്കാർ തന്നെ നിർദ്ദേശിച്ച ആളുകളുടെ പേരാണ്. അപ്പോൾ അതിനെതിരായ സർക്കാരിന്റെ നീക്കം നിയമപരമായി എത്രത്തോളം നിലനിൽക്കുന്നതാണ്? അതൊരിക്കലും നിയമപരമായി നിലനിൽക്കുന്നതല്ല. കാരണം ഈ UPSC നൽകുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റേതോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഹിതത്തിനനുസരിച്ചിട്ടുള്ളതല്ല. അത് സുപ്രസിദ്ധമായ സുപ്രീം കോടതിയുടെ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കാൻ ഇതുപോലുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ഈ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിന് ഒരു പശ്ചാത്തലമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതരായ പോലീസ് കമ്മീഷന്റെ ശുപാർശകളിൽ പരമപ്രധാനമായ ഒന്നാണ് നമ്മുടെ രാജ്യത്തെ പോലീസ് നിയമങ്ങൾ മുഴുവനായും പാടെ പൊളിച്ചെഴുതണം. കാരണം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന 1860 ഇന്ത്യൻ പോലീസ് ആക്ട് ആണ്, അതിന്റെ പതിപ്പാണ് എല്ലാ സംസ്ഥാനത്തും പോലീസ് സംസ്ഥാന വിഷയമായതിനു ശേഷം പിന്തുടരുന്നത്. അത് പോരാ എന്ന് പറഞ്ഞ് നിരവധി ശുപാർശകൾ ആ കമ്മീഷൻ നൽകിയിരുന്നു. ആ ശുപാർശ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ വിധിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പരമപ്രധാനമായ ഒന്നാണ് സംസ്ഥാന ഗവൺമെന്റുകൾ പോലീസ് മേധാവിയെ നിയമിക്കുമ്പോൾ UPSC നൽകുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്ന് മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ. UPSC ആ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ലോങ് ലിസ്റ്റ്, അതിൽ നിന്ന് ലെങ്ത് ഓഫ് സർവീസ്, അവരുടെ ട്രാക്ക് റെക്കോർഡ്, റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ്, ഒരു പോലീസ് മേധാവി എന്ന നിലയിൽ ഒരു സംസ്ഥാനത്തെ പോലീസ് സേനയെ നയിക്കുന്ന തലവൻ എന്ന നിലയിൽ അവരുടെ റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ്, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് UPSC 3 ആളുടെ പേരയക്കുന്നത്. അത് സുപ്രീം കോടതി വിധിയാണ്. ആ വിധി മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല. അങ്ങനെ മറികടന്ന് നിയമിച്ചതിന്റെ ഫലമാണ് മുൻ പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറിനെ തഴഞ്ഞ് മറ്റൊരാളെ നിയമിച്ചപ്പോൾ സെൻകുമാർ സുപ്രീം കോടതി പോയി ചെലവ് സഹിതം ആ കേസിൽ സർക്കാരിനോട് TP സെൻകുമാറിനെ നിയമിക്കാൻ ഉത്തരവുണ്ടായത്. ചില സംസ്ഥാനങ്ങൾ ഇൻചാർജ് വെച്ചിട്ടുണ്ടാകും, പക്ഷെ അത് UPSC ഇതുപോലെ പേര് അയക്കാൻ താമസം വന്നാലോ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായാലോ മാത്രമേ ഇൻചാർജ്, അതൊരു താൽക്കാലിക സംവിധാനമാണ്, അല്ലാതെ ശാശ്വതമായി ഒരു സർവീസ് മുഴുവനും ഒരു താൽക്കാലിക പോലീസ് മേധാവിയായിട്ട് വെക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. അപ്പോൾ തൽക്കാലത്തേക്ക് മാത്രം അതിന്റെ ഈ ഇൻചാർജായി എത്ര കാലം നിയമിക്കാൻ പറ്റും? അതിന്റെ ഒരു സാധ്യത എത്ര മാത്രമാണ്? അതാണല്ലോ സർക്കാർ ഇപ്പോൾ തേടുന്ന ഒരു നിയമോപദേശവും അതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലൊരു നിയമോപദേശത്തിലേക്ക് നീങ്ങുന്നത്. അത് എത്ര കാലം അവർക്ക് നിലനിൽക്കാൻ സാധിക്കും അങ്ങനെ ഈ ഇൻചാർജായി? ഈ നിയമം എവിടെയും ഇൻചാർജ് എന്ന് പറയുന്നില്ല. ലോ ഡസ് നോട്ട് കോണ്ടംപ്ലേറ്റ് ഇൻചാർജ് DGP. കേരള പോലീസ് ആക്ടിലോ ഇന്ത്യൻ പോലീസ് ആക്ടിലോ സുപ്രീം കോടതി വിധിയിലോ എവിടെയും കാണാത്ത ഒന്നാണ് ഇൻചാർജ്. അപ്പൊ എവിടെയും കാണാത്ത ഒരു താൽക്കാലിക ഏർപ്പാട് സംസ്ഥാന സർക്കാർ അത് സ്ഥിരമായി സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് UPSC അയച്ചിരിക്കുന്ന ഈ നിർദ്ദേശം മറികടക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നഗ്നമായ നിയമലംഘനമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ച് നിയമോപദേശം തേടുന്നുണ്ടെങ്കിൽ ആ നിയമോപദേശം പ്രസിദ്ധപ്പെടുത്തണം. കാരണം ഈ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലെ ഈ ഡയറക്റ്റീവ്സ് എങ്ങനെയാണ് സർക്കാർ മറികടന്നത് എന്ന് ജനം അറിയാൻ ബാധ്യസ്ഥരാണ്. അഡ്വക്കേറ്റ് അസഫ് അലി, അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ UPSC നൽകിയിരിക്കുന്ന ഈ ചുരുക്കപ്പട്ടിക നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, ഈ 3 പേരുടെ പേരും സർക്കാർ തന്നെ അങ്ങോട്ട് അയച്ചതാണ്. ഇവരെ കൂടാതെ മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ അയച്ച പട്ടികയിലുള്ള ഈ 3 പേർക്കെതിരെ നീങ്ങുമ്പോൾ അത് ഉറപ്പായും മറ്റ് നിയമക്കുരുക്കുകളിലേക്ക് പോകില്ലേ? മാത്രമല്ല ഇവർക്ക് തന്നെ കോടതിയെ സമീപിക്കുവാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ കോടതിയിലെത്തുമ്പോൾ ആ ചോദ്യവും സർക്കാർ നേരിടേണ്ടി വരില്ലേ? സർക്കാർ തന്നെ അയച്ച യോഗ്യരായ ആളുകളുടെ പേരാണല്ലോ തിരിച്ച് ചുരുക്കപ്പട്ടികയെ അയക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ സർക്കാരിന്? നിശ്ചയമായും സർക്കാർ പറയാൻ ബാധ്യസ്ഥരാണ്. ഈ ചുരുക്കപ്പട്ടിക എന്ന് പറയുന്നത് സർക്കാർ അയച്ച ലിസ്റ്റിൽ നിന്നാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. സർക്കാർ ക്വാളിഫൈഡ് ആയ ആളുകളെ അയക്കുക, അതിൽ നിന്ന് UPSC അത് വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും.
സംസ്ഥാന സർക്കാരിന് വീണ്ടും കിട്ടുന്ന ഒരു ചാൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. അങ്ങനെയും സർക്കാരിന് നിയമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ AKG സെന്ററിൽ നിന്ന് തരുന്ന ലിസ്റ്റ് മാത്രം അനുസരിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ലല്ലോ. അപ്പോൾ ഇതൊരു പക്ക രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയുന്ന വിവാദത്തിലേക്ക്, വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യം ഒരു സംശയം വേണ്ട അല്ലേ? നിയമവിരുദ്ധമായ പ്രവൃത്തി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്ന ഏറ്റവും നഗ്നമായ സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനം ആയിരിക്കും ഈ ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കാതെ തനിക്ക് ഇഷ്ടമുള്ള ആരെയെങ്കിലും ഇൻചാർജായി നിയമിക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നു. വ്യക്തമാണ് അഡ്വക്കേറ്റ് ആസിഫ് അലി. കാര്യങ്ങൾ ഏതായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങളാണ് അറിയേണ്ടത്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, മറ്റ് നിയമ വിദഗ്ധരുടെ ഭാഗത്തു നിന്നെല്ലാം ഉള്ള പ്രതികരണങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത്.